ഞാൻ ശ്രീലക്ഷ്മി. മല്ലു വോയിസ് ഫോർ ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു നുറുക്കു ഗോതമ്പ് കൊണ്ട് ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന നുറുക്കു ഗോതമ്പ് ഇതാദ്യം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. നമ്മൾ നുറുക്ക് ഗോതമ്പ് ഒരല്പം വെള്ളമേ ഒഴിച്ചിട്ടുള്ള മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് ഒരു വട്ടം ഇങ്ങനെ അരിച്ചാൽ പോരാ, 2-3 വട്ടം അരിക്കണം. കാരണം ഇതിൻ്റെ ഒരു തരി പോലും ഇരിക്കരുത്. തരി ഇരുന്ന സോഫ്റ്റ്നെസ് കുറയും. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ നുറുക്ക് ഗോതമ്പ് നമ്മൾ അരച്ച് നല്ലതായിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുക. ഇത് ഏലക്കാപ്പൊടി തന്നെ വേണം ഹൽവയ്ക്ക്. പിന്നെ നെയ്യ്. കൊച്ചു കുപ്പി ആയതുകൊണ്ടാണ് 2 കുപ്പി എടുത്തിരിക്കുന്നത്. കാരണം നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ് 2 കുപ്പി വേണ്ടത്. ഇത് അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണ്ടേ. ഇതിപ്പോൾ 2 ഉണ്ട ശർക്കരയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചീകി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഉരുക്കി നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. ഇത് ഉരുക്കിയതിന് ഉടനെ തന്നെ അരിക്കരുത്. അതായത് ഇത് നല്ലോണം ഒന്ന് ആറുന്നിടം വരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കണം. കാരണം ശർക്കരയ്ക്കകത്ത് ഇത് കാണും, മണ്ണ്. അപ്പോൾ മണ്ണ് കടിക്കാൻ ചാൻസ് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. നല്ലോണം ഇതൊന്ന് അലിയണം. പാവ് കാച്ചുവാന്നാണ് നമ്മളിതിന് പറയുന്നത് കേട്ടോ. ശർക്കര അങ്ങനെ നമ്മുടെ ശർക്കരയുടെ ഈ പത കണ്ടില്ലേ, ഇത് നമുക്ക് വേണ്ടാത്തത് കേട്ടോ. വേസ്റ്റായത് ഇത് കളയണം നമുക്ക്. അത് ആവശ്യമില്ലാത്ത നമ്മൾ പാവ് കാച്ചി വെച്ചിരിക്കുന്ന ശർക്കരയൊന്ന് അരിച്ചെടുക്കും. പാവ് കാച്ചി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയിലേക്ക് നമ്മൾ നുറുക്ക് ഗോതമ്പും അരിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെയ്യാഞ്ഞത് കട്ട പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാട്ടോ. ഇത് പെട്ടെന്നാണ് കട്ട പിടിക്കുന്നത്. കട്ട പിടിച്ചാൽ കൊള്ളാതാവും. നമ്മൾ സിമ്മിലിട്ടിട്ട് വേണേ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് തീ കയറി പിടിക്കുകയും ചെയ്യും, കട്ടയാവുകയും ചെയ്യും. നമ്മുടെ ഹൽവയുടെ ഇങ്ങനെ പരുവായി വരുന്നുണ്ട്. നമുക്കങ്ങ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവേ. നമുക്കിനി അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹൽവ കുറുകി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സമയം ഇത് ഇളക്കണം. കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് കുക്കാവുന്നതല്ല ഇത്. കാരണം ഇതിങ്ങനെ ആയി വരാൻ ഒരു സമയം എടുക്കണം. നമ്മൾ ഒന്നാമത് നല്ലോണം തീ കുറച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു. ഏകദേശം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും. റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇന്ന് നമുക്ക്
വയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വൈകുന്നേരം സമയമായപ്പോഴാണ്. ഏകദേശം 4 മണിയൊക്കെയാണ് പറയാം. അപ്പം നമുക്കിത് രാവിലത്തേക്ക് ഇത് സെറ്റ് ആകത്തുള്ളൂ. ഇപ്പം ഇതൊരു കുറുക്ക് പരുവത്തിയിരിക്കും. കണ്ടോ, രാവിലെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല സോഫ്റ്റ് ഹൽവ കിട്ടും. നമ്മുടെ ഹൽവ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഞാൻ പറഞ്ഞു നെയ്യ് ഒഴിച്ച് വെച്ചിട്ട് വേണം നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ. നെയ്യ് തൂത്ത് വെച്ച പാത്രത്തിനകത്തോട്ട് ഒഴിക്കണം കേട്ടോ. ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ചു വെക്കണം. പാത്രം റൗണ്ട് എടുക്കുവോ സ്ക്വയർ എടുക്കുവോ അത് നമ്മുടെയൊക്കെ ഇഷ്ടം പോലെ. ഇപ്പം എനിക്ക് റൗണ്ട് പാത്രം ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റീലിൻ്റെ, ഞാൻ അതുകൊണ്ടാണ് റൗണ്ടിനകത്തോട്ട് ഒഴിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കാൻ പറ്റും, പാത്രത്തിനനുസരിച്ച്. നമുക്ക് ഹായ്, അപ്പം ഞാൻ ഇന്നലെ ഹൽവയെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. വൈകുന്നേരം ആയപ്പോഴായിരുന്നു ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം ആകുമ്പോഴേ റെഡി ആകത്തുള്ളത്. ദേ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. കണ്ടോ, തൊട്ടിട്ട് നല്ല സോഫ്റ്റ്. നമുക്കിത് കൊള്ളാവോ ഇല്ലയോ എന്നൂടെ നോക്കാവേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഇതാ പഞ്ഞി പോലെ ഇരിക്കും. അത് ഇട്ടാൽ മതി, നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഇല്ലേ അതുകൂട്ടങ്ങ് മെൽറ്റായി പൊക്കോളൂ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ ബൈ.